ഹായ്, ഞാനിന്ന് വാഹനങ്ങളിൽ വരുന്ന സേഫ്റ്റി ഫീച്ചേഴ്സിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. സേഫ്റ്റി റേറ്റിംഗ്സ് അല്ല. സേഫ്റ്റി റേറ്റിംഗ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ സാധാരണ കേട്ടിട്ടുണ്ടാവും 5 സ്റ്റാർ 4 സ്റ്റാർ റേറ്റിംഗ്സ്. അത് ഭാരത് ന്യൂ കാർ അസസ്മെൻറ്റ് പ്രോഗ്രാമായ BNCAP, GNCAP തുടങ്ങിയ ഏജൻസികൾ നടത്തുന്ന റേറ്റിംഗ്സ് ആണ്. ഇതല്ല, വാഹനങ്ങളിൽ വരുന്ന സേഫ്റ്റി ഫീച്ചേഴ്സിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. സേഫ്റ്റി ഫീച്ചേഴ്സ് 2 രീതിയിലാണ് വാഹനങ്ങളിൽ തരംതിരിച്ചിട്ടുള്ളത്. അതിലൊന്ന് പാസീവ് സേഫ്റ്റി, രണ്ടാമത്തത് ആക്റ്റീവ് സേഫ്റ്റി. അപ്പോൾ ഞാൻ ആദ്യം പാസീവ് സേഫ്റ്റി എന്താണെന്ന് പറയാം. വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. പാസീവ് സേഫ്റ്റി എന്ന് പറയുന്നത് ഒരു അപകടം നടന്നതിന് ശേഷം, ഒരു കൊളീഷൻ അല്ലെങ്കിൽ ഒരു ഇമ്പാക്റ്റ് നടന്നതിന് ശേഷം വാഹനത്തിൻ്റെ ഉള്ളിലുള്ള പാസഞ്ചേഴ്സിനെ പരുക്കുകളിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് അതിൻ്റെ ധർമ്മം. നിങ്ങൾ ധാരാളം കേട്ടിട്ടുള്ള എയർ ബാഗ്സ് പാസീവ് സേഫ്റ്റിക്ക് എക്സാമ്പിളാണ്. സീറ്റ് ബെൽറ്റ് പാസീവ് സേഫ്റ്റിക്ക് എക്സാമ്പിളാണ്. നമ്മുടെ ഹെഡ് റെസ്റ്റ്, വാഹനത്തിൻ്റെ സീറ്റിൻ്റെ മുകളിൽ വരുന്ന ഹെഡ് റെസ്റ്റ്, ഇതെല്ലാം പാസീവ് സേഫ്റ്റിക്ക് എക്സാമ്പിളാണ്. എയർ ബാഗ് എങ്ങനെ പാസഞ്ചേഴ്സിനെ സുരക്ഷിതമാക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഭയങ്കരമായ ഒരു സ്പീഡിലാണ് ഈ എയർ ബാഗ് ഡിപ്ലോയ് ആവുന്നത്, തുറന്നു വരുന്നത്. എയർ ബാഗ് നോർമലി സ്റ്റിയറിങ്ങിൻ്റെ ഉള്ളിലുണ്ട്. കർട്ടൻ എയർ ബാഗ് പില്ലേഴ്സിൽ വരാറുണ്ട്, B പില്ലർ, C പില്ലറിലൊക്കെ വരാറുണ്ട്. അതുപോലെ കോ പാസഞ്ചർ, നീ എയർ ബാഗ്, അങ്ങനെ പല ടൈപ്പ് എയർ ബാഗ്സ് വരാറുണ്ട്. സീറ്റിൻ്റെ സൈഡിൽ എയർ ബാഗ്സ് വരാറുണ്ട്. സോ ഈ എയർ ബാഗ്സ് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അകത്തുള്ള പാസഞ്ചേഴ്സിനെ വാഹനത്തിൻ്റെ ഉള്ളിലുള്ള തന്നെ ഹാർഡ് പ്ലാസ്റ്റിക്സ് അല്ലെങ്കിൽ മെറ്റൽ അല്ലെങ്കിൽ ഗ്ലാസ് ഇവയിൽ നിന്നുള്ള ഇമ്പാക്റ്റിൽ നിന്ന് സംരക്ഷിക്കും. സോ പാസഞ്ചർ സുരക്ഷിതമാകും. നമ്മൾ സാധാരണ വയ്ക്കുന്ന ഈ ഹെഡ് റെസ്റ്റ് അല്ലെങ്കിൽ വാഹനത്തിലുള്ള ഈ ഹെഡ് റെസ്റ്റ്, അതിൻ്റെ ഏറ്റവും വലിയൊരു ഉപയോഗം എന്ന് പറയുന്നത്, പുറകിൽ നിന്നൊരു ഇമ്പാക്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ നോർമലി നമ്മുടെ തല ബാക്കിലോട്ട് ഈ ഒരു രീതിയിലായിരിക്കും ചലിക്കുന്നത്. സോ നമ്മുടെ കഴുത്തിന് ഇഞ്ചുറി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സോ ഈ ഹെഡ് റെസ്റ്റ് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ തലേനിത ഈ കാണുന്നത് പോലെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിർത്തും. സോ നമുക്ക് കഴുത്തിന് ഇഞ്ചുറി വരാതെ ഹെഡ് റെസ്റ്റ് രക്ഷിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഈ പാസീവ് സേഫ്റ്റി ഫീച്ചേഴ്സിൻ്റെ ഉപയോഗം. അപ്പോൾ അടുത്ത് ആക്റ്റീവ് സേഫ്റ്റി എന്താണെന്ന് നോക്കാം. ആക്റ്റീവ് സേഫ്റ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു അപകടം നടക്കാതെ വാഹനത്തെ രക്ഷിക്കുക എന്നുള്ളതാണ്. അതായത് ആക്സിഡൻറ്റ് പ്രിവെൻഷനാണ് ഈ ആക്റ്റീവ് സേഫ്റ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സാമ്പിൾസ് ഉണ്ട്. ABS സാധാരണ കേൾക്കുന്നത് തന്നെയാണ്. ABS പോലെ തന്നെയാണ് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ, അത്യാധുനികമായ ADASന്റെ ഫീച്ചേഴ്സ്, ഇതെല്ലാം ആക്റ്റീവ് സേഫ്റ്റിക്ക് എക്സാമ്പിളാണ്. ABS എങ്ങനെയാണ് രക്ഷിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആൻറ്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം എന്നാണ് ABSന്റെ ഫുൾ ഫോം. ഒരു വാഹനം ഒരു തെന്നലുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ മഴ, മഞ്ഞ്, റോഡിൽ നല്ല സ്ലിപ്പറി ആയിട്ടുള്ള കണ്ടീഷനാണ്. ഈ സിറ്റുവേഷനിൽ നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത്, സാധാരണ ABS ഇല്ലാത്ത വാഹനമാണെന്നുണ്ടെങ്കിൽ ടയർ ലോക്കാവും. സോ നമ്മുടെ വാഹനത്തിൻ്റെ ഡയറക്ഷണൽ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടും, സ്റ്റിയറിംഗിന്മേലുള്ള കൺട്രോൾ നഷ്ടപ്പെടും. പക്ഷേ ABS ഒരു കാരണവശാലും ടയറിനെ ലോക്കാവാൻ സമ്മതിക്കില്ല. വളരെ വളരെ വേഗത്തിൽ വാഹനത്തിൻ്റെ ബ്രേക്സ് പിടിക്കുകയും അതോടൊപ്പം തന്നെ റിലീസ് ചെയ്യുകയും ചെയ്യും. വിട്ട് പിടിക്കും എന്നാണ് ചുരുക്കം. സോ ടയർ ലോക്കാവാത്തത് കാരണം തന്നെ സ്റ്റിയറിങ്ങിൽ നമുക്ക് കൺട്രോൾ ഉണ്ടാവുകയും നല്ല രീതിയിൽ വാഹനം നിയന്ത്രിക്കാനുള്ള കാപ്പബിലിറ്റി ഡ്രൈവറിന് തന്നെ നിലനിൽക്കുകയും അപകടത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യും. സോ ഇതാണ് നോർമലി നമ്മൾ വാഹനങ്ങളിൽ വരുന്ന 2 ടൈപ്പ് സേഫ്റ്റി ഫീച്ചർ, ആക്റ്റീവ് സേഫ്റ്റി ആൻഡ് പാസീവ് സേഫ്റ്റി. കൂടുതൽ ഡീറ്റെയിൽസ് വേണമെന്നുള്ളവർ കമൻറ്റ് ചെയ്യുക, ഞാൻ ഡീറ്റെയിൽസ് ഷെയർ ചെയ്തു തരാം. താങ്ക് യു.